നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നമ്മൾ ഇന്ന് കുറച്ച് ഗ്രാമറിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിലെ എറേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം എറർ സ്പോട്ടിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള നമ്മളെല്ലാ ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ഐഡിയാസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന എറേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കണേ നിങ്ങൾ. ദേ സാറ്റ് ടു ഡിസ്കസ് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദെയർ ബിസിനസ്. ഇവിടെ ഏതാണ് എറർ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സാറ്റ് ഉണ്ട്, അബൌട്ട് ഉണ്ട്, ടു ഡിസ്കസ് ഉണ്ട്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും എറർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ഡിസ്കസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ഡിസ്കസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ടോക്ക് അബൌട്ട് എന്ന. ടോക്ക് അബൌട്ട് എന്ന. അപ്പൊ ഞാൻ ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഡിസ്കസിന് ടോക്ക് അബൌട്ട് ആണ്. അപ്പൊ ഞാൻ ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ടോക്ക് അബൌട്ട് എന്നാവില്ല, രണ്ട് അബൌട്ട് വരും ഇല്ലേ? അപ്പൊ അത് ശരിയാവോ? ഇല്ല. അതായത് നമുക്ക് ഡിസ്കസ് അബൌട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇംഗ്ലീഷിൽ ഇല്ല. നമ്മൾ മലയാളികളൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ? ടീച്ചർമാരൊക്കെ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർമാരൊക്കെ പറയുന്നല്ലേ. ആക്ച്വലി ഡിസ്കസ് അബൌട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇംഗ്ലീഷിൽ റോങ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. നമുക്ക് സിംപ്ലി ഡിസ്കസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബിക്കോസ് ഡിസ്കസിന്റെ മീനിങ് എന്ന് പറയുന്നത് ടോക്ക് അബൌട്ട് ആണ്. അപ്പൊ ഇവിടുത്തെ എറർ വരുന്നത് എന്താണ്? അബൌട്ട് ആണ്. ഇവിടെ അബൌട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ. ദേ സാറ്റ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് മാത്രം മതി, അബൌട്ട് എന്ന് വേണ്ട കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഡു യു തിങ്ക് ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സ് ഡേ ബൈ ഡേ? ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് എറർ സ്പോട്ട് ചെയ്യാനാ പറഞ്ഞത്. 4 ഓപ്ഷൻ. ഡു യു തിങ്ക് ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സ് ഡേ ബൈ ഡേ? ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ബാഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. അതിന്റെ കമ്പാറ്റീവ് ഡിഗ്രി വരുന്നത് വേഴ്സ് ആണ്. ദെൻ അതിന്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രി വരുന്നത് വേഴ്സ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ വേഴ്സർ എന്ന് പറയുന്ന സാധനം? വേഴ്സർ എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷിലില്ല. ബാഡിൻ്റെത് വേഴ്സ് ആണ് കമ്പാറ്റീവ് ഡിഗ്രി വരുന്നത്. ദെൻ മോർ നമുക്ക് കമ്പാറ്റീവ് വലിയ അഡ്ജക്റ്റീവുകളുടെ കൂടെയാണ് നമ്മൾ മോർ കൊടുക്കുക. മോർ ബ്യൂട്ടിഫുൾ, മോർ ഹാൻസം എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ കുഞ്ഞു അഡ്ജക്റ്റീവുകളുടെ കൂടെ നമ്മൾ സിംപ്ലി ER അല്ലെങ്കിൽ ES ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അതിലൊരു എക്സെപ്ഷൻ ആണ് ബാഡിന്റെ കേസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അഡ്ജക്റ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കമ്പാറ്റീവ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ്. അതായത് ഇതിന്റെ കൂടെ ER വരുന്ന ഒരു സാധനവും അതിന്റെ കൂടെ മോറും രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പാടില്ല. അപ്പൊ മോർ വേഴ്സർ എന്ന് പറയാനും പറ്റൂല, വേഴ്സർ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് എന്ത് കൊടുക്കാം? ഹീസ് ഗെറ്റിംഗ് വേഴ്സ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ 2 കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ബാഡിന്റെ ഫോമുകൾ, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. വേഴ്സർ എന്ന് പറയുന്ന ഒരു പരിപാടി ഇംഗ്ലീഷിലില്ല. ദെൻ നമ്മൾ മോർ വേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മോർ വേഴ്സ് 2 കമ്പാറ്റീവ് ഡിഗ്രി ഒരുമിച്ച് വരില്ല. ഇപ്പൊ മോർ വേഴ്സ് എന്ന് പറയാൻ പറ്റൂല, ജസ്റ്റ് വേഴ്സ്. ഓക്കെ. അപ്പൊ ഡു യു തിങ്ക് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇറ്റ് വാസ് ഷേക്സ്പിയർ and not no one else who wrote this play at the beginning of the 16th century. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് കണ്ട വലിയ സെന്റൻസ് ആണ്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. ഇറ്റ് വാസ് ഷേക്സ്പിയർ ആൻഡ് നോട്ട് നോ വൺ എൽസ്. നോട്ടും നോയും കൂടെ ഒരുമിച്ച് വരുമോ പ്രിയപ്പെട്ടവര്? ഇല്ല അല്ലെ? ഡബിൾ നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നല്ലേ. ഡബിൾ നെഗറ്റീവ് ആയിട്ട് വരുന്ന സാധനമാണ്. ഡബിൾ നെഗറ്റീവ് ഇംഗ്ലീഷിൽ എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ആൻഡ് നോട്ട് എനിവൺ എൽസ് എന്ന് കൊടുക്കണം. നോട്ട് എനിവൺ എൽസ് എന്ന് കൊടുക്കണം. നോട്ട് നോ വൺ എൽസ് അല്ല, നോട്ട് എനിവൺ എൽസ്. അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ നെഗറ്റീവിനെ നമ്മൾ സിംഗിൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് എനിവൺ എൽസ് എന്ന് കൊടുത്തത്. സോ അത് കൃത്യമായിട്ട് ഓർത്ത്. അപ്പൊ ഡബിൾ നെഗറ്റീവ് എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല, അത് ഓർത്തിരിക്കും. ഇനി അടുത്തത്, ദ സീനറീസ് ആർ ബ്യൂട്ടിഫുൾ. കറക്റ്റ് ഇഫ് എനി. ഈ സെന്റൻസിനെ കറക്റ്റ് ചെയ്യാം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും. The sceneries were beautiful, the sceneries was beautiful, the scenery is beautiful, no errors. ഇവിടെ എന്താണ് ഇഷ്യൂ ഉണ്ടോ? ആക്ച്വലി സീനറി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സീനറി എന്ന് പറഞ്ഞ സാധനത്തിനെ, വാക്കിനെ, നൗണിനെ
നമ്മൾ എന്ത് ചെയ്യാണ് അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5, 10, 100, 1000 എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉപയോഗിച്ചിട്ട് എണ്ണാൻ പറ്റൂല. അങ്ങനെയുള്ള നൗണുകളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ. ലൈക്ക് വാട്ടർ, സോൾട്ട്, ഷുഗർ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ. ഒരു പഞ്ചസാര എന്ന് പറയാൻ പറ്റില്ലല്ലോ. പഞ്ചസാരയുടെ ഓരോ മണികൾ നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾക്ക് പിന്നെ പ്ലൂരൽ ഉണ്ടാവോ? ഒന്നിൽ കൂടുതൽ ഉണ്ടതിനെ നമ്മൾ പ്ലൂരൽ എന്ന് പറയാം. ഇതൊന്നുണ്ടെങ്കിൽ എ ബോട്ടിൽ, ഇത് 2 ബോട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 ബോട്ടിൽസ് എന്നാ പറയാം. നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട്. എന്നാൽ എണ്ണാൻ പറ്റാത്തൊരു സാധനത്തിന് എന്തുണ്ടാവില്ല? പ്ലൂരൽ ഉണ്ടാവില്ല. അതായത് അൺകൗണ്ടബിൾ നൗണുകൾക്ക് നോ പ്ലൂരൽ, അവക്ക് പ്ലൂരൽ ഇല്ല. ഒന്നാമത്തെ കാര്യം നോ പ്ലൂരൽ. അപ്പൊ സീനറീസ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം പ്ലൂരൽ ഇല്ലാത്തതുകൊണ്ട് ഇവയെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ സിംഗുലർ വേർബ് തന്നെയാ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആറും കൊടുക്കാൻ പറ്റൂല. സീനറീസ് എന്ന് പറഞ്ഞ പ്ലൂരൽ പറയാൻ പറ്റില്ല. ആർ എന്ന് പറയുന്ന പ്ലൂറൽ വേർബും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരണം? സീനറി ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഒത്തിരിക്കട്ടെ. അപ്പൊ അൺകൗണ്ടബിൾ നൗണുകളെ പ്ലൂറൽ ആക്കാൻ പറ്റൂല. അവയ്ക്ക് ശേഷം നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. 1 of the girls are from Mumbai. ഇവിടെ എന്ത് കൊടുക്കും? നിങ്ങൾക്ക് അറിയായിരിക്കും. 1 of the ഒന്നിനെ എടുക്കുകയാണ് നമ്മൾ. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വേണ്ടത്. ഒന്നിനെ എടുക്കാണ്. 1 of the എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിലെ ഒന്നിനെ. അതായത് 1 of the എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ നിന്ന് എടുക്കണം. അല്ലെങ്കിൽ ഒന്ന് മാത്രം. ഇവിടെ ഒരു സിംഗുലർ നൗൺ ആണ് വിചാരിക്കുക. 1 of the സിംഗുലർ നൗൺ. അത് പോസിബിൾ ആവോ? ഒന്നിൽ നിന്ന് നമുക്ക് ഒന്നിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മിനിമം അവിടെ 2 എണ്ണം വേണം. ആ 2 എണ്ണത്തിൽ 1, ആ 3 എണ്ണത്തിൽ 1, ആ 4 എണ്ണത്തിൽ 1, 5 എണ്ണത്തിൽ 1 എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് ആവുള്ളൂ. സോ ആദ്യം നിങ്ങൾ 1 of the യൂസേജ് മനസ്സിലാക്കണം. 1 of the കഴിഞ്ഞിട്ട് പ്ലൂരൽ ആണ് കൊടുക്കേണ്ടത്. കറക്റ്റാ, പ്ലൂരൽ നൗൺ ആണ് കൊടുക്കേണ്ടത്. കാരണം ഒന്നിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ മിനിമം അവിടെ 2 എണ്ണം വേണം. 2 എന്ന് പറഞ്ഞത് പ്ലൂരലായി. ഇപ്പൊ 1 of the girls, then are from Mumbai. അവിടെയാണ് ചെറിയ പ്രശ്നം. ഗേൾസ് ആണെങ്കിൽ ആറ്. നമ്മൾ ഇവിടെ എന്താ എടുക്കുക? ആ പെൺകുട്ടികളിലെ ഒരാള്. ഇപ്പൊ 1 of the എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഈ പ്രവൃത്തിയുടെ ആള്. പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരാളാണ്. അപ്പൊ ഇത് പ്ലൂരൽ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ സിംഗുലർ വെർബ് കൊടുക്കണം. അപ്പോ ഓപ്ഷൻ ബിയിലാണ് തെറ്റ്. 1 of the girls is. അപ്പൊ ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. 1 of the ശേഷം പ്ലൂരൽ നൗണ് വന്നാലും സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. കാരണം സിംഗുലർ വേർബ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ 1-നാണ് കൊടുക്കുന്നത്. സോ 1 of the പ്ലൂരൽ നൗൺ സിംഗുലർ വേർബ്. ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഈച്ച് വൺ ഓഫ് ദീസ് വർക്കേഴ്സ് ആർ ജീനിയൽ നോർ. വളരെ ഈസിയാണ്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്. ഈച്ച് വൺ ഓഫ് ദീസ്, ഓരോ ഈ കാണുന്ന വർക്കേഴ്സിലെ ഓരോരുത്തരെയാണ് നമ്മൾ പഠിക്കും. ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ആളും, ഓരോ എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ ഓരോ ആളെന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഇതിനെ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അതിലെ ഓരോരുത്തരെ അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഈച്ച് എന്ന് പറയുന്ന സാധനം നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അവിടെ വേർബ് സിംഗുലർ ആയിരിക്കും. എല്ലായ്പ്പോഴും ഇല്ല, ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്നാൽ നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ 1 of the workers ആർ എന്ന് പറയാൻ പറ്റും. സോറി, ഈച്ച് വൺ ഓഫ് ദീസ് വർക്കേഴ്സ് ആർ എന്ന് പറയാൻ പറ്റില്ല, ഈസ് എന്ന് പറയണം അല്ലെ? അപ്പൊ അവിടെയാണ് എറർ വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. മൈ മദർ ആസ്ക്ഡ് മീ വേർ വാസ് ഐ ഗോയിങ് ഇൻ സച്ച് എ ഹറി. നോ എറർ. ഇത് റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം. വേർ ഐ വാസ് ഗോയിങ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ത്? ഇതൊരു WH ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ചോദ്യമാണ്. അപ്പൊ WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒന്നുമല്ല. അതായത് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലെ? ക്വസ്റ്റ്യൻ നമുക്കൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. സബ്ജക്റ്റിന്റെ മുന്നേ ഓക്സിലറി വരണം എന്നുള്ളത്. അത് WH ക്വസ്റ്റ്യൻ ആയാലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയാലും അങ്ങനെ തന്നെയാണ്. സബ്ജക്റ്റിന്റെ മുന്നേ നമ്മൾ അതിന്റെ ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്സിലറി മുന്നിൽ വരണം എന്നുള്ളതാണ്. ചില കേസ് ഉണ്ട്
അത് നമ്മൾ പറയുന്നില്ല. ഒരു നോർമൽ കേസ് ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ മുന്നേ ഓക്സിലറി. എന്നിട്ട് ഇതിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്വസ്റ്റ്യൻ ആണല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. എന്നാൽ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റിപ്പോർട്ടർ സ്പീച്ചിലെ പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കില്ല, ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഫുൾ സ്റ്റോപ്പ് ആവുന്നത്? കാരണം നമ്മൾ അവിടെ ചോദ്യം ചോദിച്ചു എന്ന് പറയാണ്, ചോദ്യം ചോദിക്കുകയല്ല, ഇന്നയാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് നമ്മൾ പറയാണ്. നമ്മൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഒരാള് ചോദ്യം ചോദിച്ചു. അതായത് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻ ആയിരുന്ന ഒരു സാധനത്തിനെ നമ്മൾ സിംപ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവസാനം ഫുൾ സ്റ്റോപ്പ് വന്നത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമൽ സെന്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷമാണ് നമ്മുടെ വേർബ് ഓക്സിലറി ഒക്കെ വരേണ്ടത്, അല്ലെ? അപ്പൊ അത് ഓർത്താൽ മതി നിങ്ങൾ. അപ്പം ഒരു ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുകയാണെന്നാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ സ്ട്രക്ചർ, ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന സ്ട്രക്ചറിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റിലെ സ്ട്രക്ചർ ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല, മാറ്റങ്ങൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി വേർ വാസ് ഐ ഗോയിങ് എന്നല്ല വേണ്ടത്, വേർ ഐ വാസ് ഗോയിങ് എന്നാണ് വേണ്ടത്. വേർ ഐ വാസ് ഗോയിങ് എന്ന് എൻ്റെ അമ്മ ചോദിച്ചു. യെസ്, ഇതാണ് വേണ്ടത്. അപ്പോൾ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. വൺ ഓഫ് ദ വുമൺ ഇൻ ദ സിറ്റി ഹു വൺ ദി അവാർഡ് വാസ് മൈ ഫ്രണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വണ്ണിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ വുമണിൽ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. വുമൺ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? വൺ ഓഫ് ദി വിമൻ എന്ന് നമ്മൾ കൊടുക്കണം. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. അപ്പൊ വൺ ഓഫ് ദയുടെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം, ചോദിക്കാറുണ്ട് കേട്ടിട്ട് പരീക്ഷകൾ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യം, മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാക്കുകളെ കുറിച്ചിട്ട് ധാരണ ഉണ്ടെങ്കിൽ, വാക്കുകളുടെ V1 V2 V3 ഒക്കെ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഹാസ് ഫ്ലോൺ എന്ന് പറഞ്ഞാൽ, ഫ്ലോൺ എന്ന് പറയുന്നത് വേർബിന്റെ മൂന്നാമത്തെ രൂപമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഫ്ലോയുടെ 3 ഫോമുകൾ എന്ന് പറയുന്നത് ഫ്ലോഡ്, ഫ്ലോഡാണ്. ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡാണ്. അപ്പൊ എന്താ ഈ ഫ്ലോൺ എന്ന് പറഞ്ഞാൽ? ഫ്ലോൺ എന്ന് പറഞ്ഞാൽ ഫ്ലൈയുടെ മൂന്നാമത്തെ ഫോമാ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പൊ ബ്രിഡ്ജിന്റെ താഴെ കൂടെ വെള്ളം പറന്നു എന്ന് നമ്മൾ പറയാൻ പറ്റും അല്ലേ? ഹാസ് ഫ്ലോഡ് എന്ന് കൊടുക്കണം അല്ലെ. അപ്പൊ ഓപ്ഷൻ ബിയിലാണ് തെറ്റ് വരുന്നത് കേട്ടോ, അത് ഓർത്തിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ്. ഹാവ്, മെയ്ഡ്, വുഡ്, അപ്രീഷിയേറ്റഡ് എന്ത് കൊടുക്കാൻ പറ്റും? തേർഡ് കണ്ടീഷൻ സെന്റൻസ് ആണ്. വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ്. വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ തേർഡ് ആണ് എന്ന് മനസ്സിലാവും. തേർഡ് കണ്ടീഷനില് ഇഫ് ക്ലോസില് ഹാവ് മെയ്ഡ് ആണോ അതോ ഹാഡ് മെയ്ഡ് ആണോ? ഹാഡ് മെയ്ഡ് അല്ലേ. അപ്പൊ ഓപ്ഷൻ എയിലാണ് തെറ്റിയിരിക്കുന്നത് അല്ലെ. ഇഫ് യു ഹാഡ് മെയ്ഡ് ദി കേക്ക് എന്നുള്ളതാണ് വരേണ്ടത് അല്ലെ. ഇനി അടുത്തത്, മൈ ഫ്രണ്ട്സ് ഡോട്ടർ ഇൻ ലോസ് ഹാവ് കം. മൈ ഫ്രണ്ട്സ്, ഫ്രണ്ടിന്റെ ഡോട്ടർ ഇൻ ലോസ് ഹാവ് കം. വേർബ് ഒക്കെ കറക്റ്റാ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഡോട്ടർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പ്ലൂരൽ ആക്കുമ്പോൾ നമ്മൾ ഈ ലോസിലല്ല കൊടുക്കുക, ഈ ഇന്നിലല്ല കൊടുക്കുക. നമ്മൾ ഈ ഡോട്ടറിനെ മാത്രമേ പ്ലൂരൽ ആക്കുള്ളൂ. അല്ലെങ്കിൽ മദേഴ്സ് ഇൻ ലോ, പാരന്റ്സ് ഇൻ ലോ, സൺസ് ഇൻ ലോ. അപ്പൊ ഡോട്ടേഴ്സ് ഇൻ ലോ എന്ന് വേണം. ഡോട്ടർ ഇൻ ലോസ് അല്ല, ഡോട്ടേഴ്സ് ഇൻ ലോ. അപ്പൊ ഓപ്ഷൻ ബിയിലാണ് എറർ ആയിട്ട് വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരി. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. യെസ്, അത് പോയിരിക്കുന്നു ഗായ്സ്. യെസ്, ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്. വാട്ട് ഈസ് ദ ടൈം ഇൻ യുവർ വാച്ച്? നിന്റെ വാച്ചിലെ സമയം എന്തായിന്നാണ്? നിന്റെ വാച്ചിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസൈഡ് ആണ് പറയാം അല്ലെ. അപ്പൊ ഇൻ യുവർ വാച്ച്, ആക്ച്വലി ഇൻ യുവർ വാച്ച് ആണോ? ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല ആക്ച്വലി. അപ്പൊ നമുക്ക് ഇൻ യുവർ വാച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ബൈ യുവർ വാച്ച് ആണ്. ബൈ യുവർ വാച്ച് എന്ന് വേണം. നിന്റെ വാച്ചിൽ എത്ര സമയമായി ചോദിച്ചാൽ വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് കേട്ടോ, അത് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. റീമ റിപ്ലൈ ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. എന്തായിരിക്കും എറർ? ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടും. എന്താ കാരണം? ഈ വുഡ്, കുഡ്, ക്യാന്, മൈറ്റ്, മേ, മസ്റ്റ് പോലെയുള്ള മോഡൽ ഓക്സിലറി വെർബ്സ് ഉണ്ടല്ലോ, അവക്ക് ശേഷം
വേർബിന്റെ ബേസ് രൂപമാണ് വേണ്ടത്, ബേസ് വേർബ് ആണ് വരേണ്ടത്. അതായത് നമുക്ക് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ, വുഡ് കംപ്ലീറ്റ്. അപ്പം വുഡ്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് പോലുള്ള മോഡൽ ഓക്സിലറി വേർബ്സ് വരികയാണെങ്കിൽ അവർക്ക് ശേഷം ഏതാ വേർബ് വരിക? വേർബ് വരേണ്ടത് വേർബിന്റെ ബേസ് രൂപമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. കുഡ് പ്ലേ, കുഡ് പ്ലേഡ് എന്ന് പറയാൻ പറ്റില്ല, കുഡ് പ്ലേ, ക്യാൻ പ്ലേ, വുഡ് പ്ലേ, മസ്റ്റ് പ്ലേ, മേ പ്ലേ, മൈറ്റ് പ്ലേ. ഈ സാധനം ഓർത്തിരിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് നമ്മള്. Though Tom studied hardly throughout the night, he could not pass the exam. No. Though Tom studied hardly throughout the night, he could not pass the exam. ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെയും വാക്കുകളാണ് പ്രശ്നം. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല എന്നുള്ളൊരു സാധനമാണ്, നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ നോക്കാം. Though Tom hardly studied throughout the night, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ പാസ്സായില്ല. അപ്പൊ അതിലൊരു തെറ്റില്ലേ? അപ്പൊ അവിടെ ദോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി അല്ല, ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്. അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അവന് പാസ്സാവാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള ഐഡിയ ആണ് വരുന്നത് കേട്ടോ. സോ ടോം ഹാർഡ്ലി സ്റ്റഡീഡ് എനിത്തിങ് അന്നാവുമ്പോ സ്വാഭാവികമായിട്ടും പാസ്സാവില്ല കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്ത ചോദ്യം. വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ പ്രൈസ്. ഇതും വൺ ഓഫ് ദ തന്നെയാണ്. അപ്പൊ വൺ ഓഫ് ദ ബോയ്സ് കറക്റ്റ് ആണ്. പക്ഷെ വണ്ണിന് നമ്മൾ എന്ത് ചെയ്യണം? വേർബ് ഹാസ് ആ കൊടുക്കേണ്ടത് അല്ലെ. ഹാസ് വൺ ദ പ്രൈസ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. This is the more difficult problem I have ever solved. This is the more. ആർട്ടിക്കിൾ ദാ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വരേണ്ടത് സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലുള്ള സാധനം. സൂപ്പർലെറ്റീവിൽ നമ്മൾ മോർ ആണ് യൂസ് ചെയ്യുക, അല്ല നമ്മള് മോസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ദിസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലം ഐ ഹാവ് എവർ ഫേസ്ഡ്. അപ്പൊ അത് ഓർത്തിരിക്കണം. ഡിഫിക്കൽട്ട് അല്ല, മോർ ഡിഫിക്കൽട്ട്, അവിടെയാണ് തെറ്റ്. ദ മോർ അല്ല, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. നമുക്കൊരു ചോദ്യം ചെയ്യാം അടുത്തത്. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് their dinner. No, our students have just had their dinner. ഇവിടെ എന്തെങ്കിലും അറിയണ്ടോ? ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ റീസെന്റ്, റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെൻസ് ആണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ അവർ സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് കൊടുത്തു. ഹാവ് മാത്രം കൊടുത്താൽ പോരാ, വേർബിന്റെ മൂന്നാമത്തെ ഉണ്ട്, ഹാഡ് എന്ന് പറയുന്നത് വേർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ ഇവിടെ നോ എറർ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാം എറർ ഉണ്ടാകും എന്ന് വിചാരിക്കരുത്. ചില ക്വസ്റ്റ്യൻസിനൊക്കെ എന്തുണ്ടാവും? നോ എററും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കും കേട്ടോ. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം കേട്ടോ. മൈ മദർ വിത്ത് ഓൾ ഹെർ, മൈ ഡോട്ടർ വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ്. നോ എറർ. ഇത് നിങ്ങൾക്ക് സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ അറിയാം അല്ലെ. മൈ ഡോട്ടർ, എന്റെ ഡോട്ടർ, വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന്റെ കൂടെ, ഹാവ് അറൈവ്ഡ് വന്നു. എന്റെ മകൾ വന്നു. എന്റെ മകൾ എങ്ങനെ വന്നത്? ഫ്രണ്ട്സിന്റെ കൂടെ. ഫ്രണ്ട്സ് വന്നു എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നു എന്ന് പറയുന്നുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് വന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ വന്നു എന്നേ പറയുന്നുള്ളൂ. ഫ്രണ്ട്സ് ഡയറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഈ വേർബ് ആക്ച്വലി ചെയ്യുന്ന ആരാ? ഈ ഫ്രണ്ട്സ് ആണോ ഡോട്ടർ ആണോ? ഡോട്ടർ ആണ് അല്ലെ. അതായത് നമ്മുടെ രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വിത്ത് ബി, അലോങ് വിത്ത് ബി, ടുഗെദർ വിത്ത് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രേസസ് വരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം അവർ പ്രവൃത്തി ചെയ്തു എന്നല്ല. ഇവരുടെ കൂടെ ഇയാൾ, ആദ്യത്തെ ആള് പ്രവൃത്തി ചെയ്തു എന്നാണ്. അപ്പൊ അയാൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വേർബ് കൊടുക്കേണ്ടത്. അപ്പൊ എക്ക് അനുസരിച്ചിട്ട് വെബ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മൈ ഡോട്ടർ ഹാസ് അറൈവ്ഡ് എന്ന് കൊടുക്കണം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അതായത് നമ്മുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, നമ്മളിവിടെ കേട്ടറ്റിന്റെ ബാച്ച്. നല്ല അടിപൊളി ബാച്ചാണ്. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ഒരു
ഒരു ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഡെയിലി നടക്കുന്നുണ്ട്, ലൈവ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ലൈവിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് നടത്തുന്നത്. റെക്കോർഡറായിട്ട് നമ്മുടെ ബാച്ചിലെ എല്ലാ സബ്ജക്റ്റ് ടോപ്പിക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കേട്ടിട്ട് ഇത്തവണ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കുക. കേട്ടിട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അല്ലേ. കാരണം ഈ ഒരു റീസെൻ്റ് ആയിട്ട് കുറച്ച് 2-3 മാസങ്ങൾക്കുള്ളിൽ കേട്ടിട്ട് നിർബന്ധമാക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു പോലെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത LP UP എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു കേട്ടറ്റ് നിർബന്ധമാണ്. വെറുതെ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് കാര്യമില്ലല്ലേ. അപ്പോൾ കേട്ടറ്റ് നിർബന്ധമാണ്. കേട്ടറ്റും സൈലത്തിൽ നിന്ന് LP UPയും സൈലത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് ബാച്ച് കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2, കാറ്റഗറി 3 അതായത് ഇംഗ്ലീഷ്, ബാക്കിയുള്ള നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസിനൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്നൊരു നമ്പർ ഉണ്ട് കേട്ടോ, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനിവിടെ ഇതാണ് 9995 100 800. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 9995 100 800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് സംശയങ്ങളും കാര്യങ്ങളും, ബാച്ച് എങ്ങനെയാണ്, വാലിഡിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് ക്ലാസ്സുകളിൽ നിങ്ങളെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.